ഹേ ഗൈസ്, നിങ്ങൾക്ക് മരണത്തെ പേടിയുണ്ടോ? മരണത്തെ പേടിയുള്ളവരും മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പേടിയുള്ളവരും ഒരിക്കലും ഈ ഒരു മൂവി കാണരുത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാൻ ശ്രമിക്കത്തില്ല. മരണത്തിന് ശേഷം നരകം, സ്വർഗം ഇതെല്ലാം ഉണ്ടെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് സംഭവിക്കുന്നത് മറ്റൊരു മൂവിയിലും പറയാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മൂവിയാണിത്. 2023 പുറത്തിറങ്ങിയ പാൻഡെമോണിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരുത്തൻ റോഡിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാണ്. എന്നിട്ട് നോക്കുമ്പോൾ അവന്റെ കാർ മുന്നിൽ മറിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അവൻ പറയും, ഓ ഭാഗ്യത്തിന് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല, ഞാൻ സേഫാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് വേറൊരുത്തൻ നിൽക്കുന്നു. അപ്പൊ ഇവൻ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേയ് നീയല്ലേ എന്റെ മുന്നിൽ ബൈക്കിൽ വന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നല്ല ചോദിക്കുമ്പോൾ അവൻ പറയും, അല്ല കാർ ഇടിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ, എന്റെ തല വന്നിരിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, ശരി നിന്റെ തലയ്ക്ക് എന്തെങ്കിലും വേദന, പരിക്ക്, മുറിവ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പൊ അവൻ ചോദിക്കും, അല്ല നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നേതൻ, എന്റെ പേര് ഡാനിയൽ. എന്നിട്ടാണ് ഡാനിയൽ പറയുന്നത്, നീയാണ് എന്റെ ആദ്യത്തെ മരണമില്ലാത്തവൻ എന്ന് പറയുന്നതും നേതൻ പെട്ടെന്ന്, അല്ല നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് മുന്നേ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കാരണം വണ്ടി ഇടിച്ച സമയത്ത് തന്നെ ഞാൻ മരിച്ചിരുന്നു, നീ മരിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു കാണും, അതുകൊണ്ടാണ് നീ ഇപ്പോൾ എന്റെ മുന്നിൽ വരാനായിട്ട് താമസിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ നേതൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നേതൻ പറയും, അല്ല നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് നോക്ക്, എനിക്കൊരു കുഴപ്പമില്ല, എന്റെ ശരീരത്തിനൊരു കുഴപ്പമില്ല, എനിക്ക് കാർ കാണാൻ കഴിയുന്നുണ്ട്, തറയിൽ ചവിട്ടി നിൽക്കാൻ കഴിയുന്നുണ്ട്, ശബ്ദം കേട്ടോ എന്നെല്ലാം പറഞ്ഞ് തറയിൽ ഇങ്ങനെ ചവിട്ടി കാണിക്കുമ്പോൾ അപ്പോഴാണ് ഡാനിയൽ പറയുന്നത്, നേതൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്റെ ബൈക്കിലേക്കാണ് കാർ കൊണ്ടിടിച്ചത്, ആ ഒരു ഇടിയിൽ തന്നെ നമ്മൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും നേതൻ അങ്ങനെ നടന്ന് ആ ഒരു കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ ശരീരം അകത്ത് കിടക്കുന്നത് കണ്ടിട്ട് അവൻ ഇപ്പോഴാണ് വിശ്വസിക്കുന്നത് അവൻ മരിച്ചിട്ട് അവന്റെ ആത്മാവാണ് ഇപ്പോൾ പുറത്ത് നിൽക്കുന്നതെന്ന്. അപ്പോൾ നേതൻ പറയും, ഇല്ലില്ല, ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് ഡാനിയൽ പറയും, ഓ എന്റെ ഭാര്യ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് അവൾ ഒരുപാട് വിഷമിക്കും, ഈ ഒരു ബൈക്ക് വാങ്ങരുതെന്ന് പോലും അവൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാനാണ് ഇത് വാങ്ങിയത്, അതുകൊണ്ട് എന്താ ഈ ഒരു കാര്യം സംഭവിച്ചു. ഇത് കേൾക്കുന്നത് നമ്മുടെ നേതൻ പെട്ടെന്ന്, ഹേയ് അപ്പൊ എന്റെ കാര്യം, എന്റെ സുഹൃത്തുക്കളെ, എന്റെ കുട്ടികള്, എനിക്ക് 45 വയസ്സേ ആയിട്ടുള്ളൂ, എന്റെ മുന്നിൽ ഇനിയും ജീവിതം ഒരുപാട് കിടപ്പുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഡാനിയൽ പറയും, അല്ല നീ നിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞില്ല, നിന്റെ ഭാര്യയെ മിസ് ചെയ്യുമെന്ന് നീ ഒരിക്കലും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ എന്റെ ഭാര്യയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവൾ എന്നെ ഓർത്ത് ഒരുപാട് വിഷമിക്കും, പക്ഷെ നീ നിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല. അപ്പൊ നേതൻ പറയും, അതൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ല, നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഡാനിയൽ പറയും, അങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതം അത് സത്യത്തിലുണ്ട്, ഇവിടെ നമ്മൾ രണ്ടുപേരും സാധാരണ ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. അതേസമയം നേതനാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ പറയും, ഇല്ലില്ല, എനിക്ക് എന്റെ ശരീരം ഇപ്പോ വേണം, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഓക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാകുന്നു, ഞാനൊരു സ്വപ്നം കാണുവാണ്, ആക്സിഡന്റ് പറ്റിയിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ആ ഒരു കോമ സ്റ്റേജിൽ കിടക്കുമ്പോൾ ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, ഒരിക്കലും ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡാനിയൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ഒരു കാറിനടുത്തേക്ക് ചെന്നിട്ട് നേതന്റെ ശരീരം കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് റോഡിലേക്ക് കൊണ്ടിടുന്നു. അപ്പൊ നേതൻ പറയും, പ്ലീസ് എന്റെ മുഖം എനിക്ക് കാണണ്ടെന്ന് പറയുമ്പോൾ അവനൊരു കർച്ചീഫ് എടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ ഇടുകയാണ്. അതേസമയം കാണിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഒരു കാർ ഇങ്ങനെ വരുന്നു. അപ്പൊ ഇത് കാണുന്നത് നേതൻ പെട്ടെന്ന്, ഏയ് ഒരു കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെന്ന് ആ ഒരു കാറുകാരനോട് പറയും, എന്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് 911ലേക്ക് വിളിക്ക്, പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, ആംബുലൻസിനെ വിളിക്കുക എന്നെല്ലാം പറഞ്ഞ് അയാളുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാറുകാരനാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല, കാരണം നേതൻ ഒരു ആത്മാവാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു കാറുകാരൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേതന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ എന്താ ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് നേതന്റെ പേഴ്സ് എടുത്ത് അതിൽ നിന്നുള്ള പണവും എടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് നേതൻ അവൻ മരിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കുന്നത് തന്നെ. എന്നിട്ട് നേതൻ പറയും, അങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതം അത് സത്യത്തിലുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ബലം കിട്ടുമല്ലേ എന്നിങ്ങനെ പേടിച്ച് ചോദിക്കുമ്പോൾ ഡാനിയൽ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നീ ആരെങ്കിലും കൊന്നോ എന്ന് ചോദിക്കുന്നതും ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് നമ്മുടെ ഡാനിയലിന് മനസ്സിലായി അവൻ ആരെയെ കൊന്നിട്ടുണ്ടെന്ന്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യയാണെന്ന് പറയും. പക്ഷെ അവന്റെ ഭാര്യ അവൻ കൊന്നത് മനഃപൂർവ്വമല്ല, അവൾ അസുഖം ബാധിച്ച് കിടക്കുമായിരുന്നു, വേറെ വഴിയില്ലാതെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവളെ കൊന്നതാണ്, അത് സ്നേഹത്തിന്റെ പുറത്ത് കൊന്നതെന്നാണ് നേതൻ എന്ന് പറഞ്ഞ അവൻ പറയുന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡാനിയലിന് മാത്രം എന്തോ ഒരു മ്യൂസിക് ഇങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഡാനിയൽ ചോദിക്കും, അല്ല ഒരു മനോഹരമായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നുണ്ട്, നിനക്കത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേതന് ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല.
അങ്ങനെ എന്താണെന്നറിയാതെ രണ്ടുപേരും ഒരു വശത്തേക്ക് നോക്കുന്നതും പെട്ടെന്ന് അവിടെ വെളുത്ത നിറത്തിലുള്ള ഒരു ഡോർ ഇങ്ങനെ തുറന്നു വരികയാണ്. അപ്പൊ അവിടെ നിന്നാണ് ആ ഒരു മ്യൂസിക് കേൾക്കുന്നത്. അത് നമ്മുടെ ഡാനിയലിന് മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. നേതന് അത് കേൾക്കാൻ കഴിയുന്നില്ല. നേതൻ ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കെന്താ കേൾക്കാൻ കഴിയത്തെന്നെല്ലാം ചോദിക്കുമ്പോൾ അവനത് അറിയത്തില്ല. അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഡാനിയലിന് മനസ്സിലാവുന്നത് ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന്. അപ്പോൾ ഡാനിയൽ പറയും, എത്രയും പെട്ടെന്ന് ഇതിനകത്തേക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പുറകിലെ മറ്റൊരു ഡോർ ഇങ്ങനെ തുറന്നു വരുന്നു. അവിടെ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ നേതൻ പറയും, ഹേയ്, നിനക്ക് കേൾക്കുന്നത് പോലെ എനിക്കും ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ഇതാർക്ക് വേണ്ടിയാ ഇപ്പൊ തുറന്നു വെച്ചേക്കുന്നേ? പക്ഷേ നിനക്ക് കേൾക്കുന്നത് പോലെ സംഗീതമല്ല, അത് ഒരുപാട് നിലവിളി ശബ്ദമാണെന്ന് പറയുന്നതും അത് നരകത്തിന്റെ വാതിലാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഡാനിയൽ പറയും, എനിക്ക് ഈ ഒരു വാതിൽ നിന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്, അതും ഒരുപാട് സ്ത്രീകളുടെയും നല്ല നല്ല സംഗീതവും എല്ലാം. അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കുള്ള വാതില്, നീ കേൾക്കുന്നത് ആ ഒരു വാതിൽ നിന്നുള്ള ശബ്ദം. അങ്ങനെയാണെങ്കിൽ നീ നരകത്തിലേക്ക് തന്നെ പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ നേതം പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയത്, ഹേയ്, ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കരുത്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നതിന് ഒരു കാരണമുണ്ട്. അവൾ അനുഭവിക്കുന്ന വേദന അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊന്നത്. എനിക്ക് അവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഡാനിയൽ പെട്ടെന്ന് നേതനോട് പറയും, ശരി, എനിക്കിപ്പോ കാതു നിൽക്കാൻ കഴിയത്തില്ല, ഞാൻ എന്റെ വാതിലിലൂടെ പോവാണെന്ന് പറഞ്ഞു നടന്നിങ്ങനെ ചെല്ലുമ്പോൾ നേതൻ ഓടി വന്നിട്ട് ഡാനിയലിനെ ഇങ്ങനെ തള്ളി മാറ്റി അവൻ ആ ഒരു വാതിലിനുള്ളിലൂടെ ചാടുന്നതും ഇപ്പുറത്തെ വശത്തേക്ക് തന്നെയാണ് വരുന്നത്. മറ്റൊരു ലോകത്തേക്ക് അവൻ ചെല്ലുന്നില്ല. അപ്പോൾ ഡാനിയൽ പറയും, നേതൻ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ ചെയ്ത പ്രവൃത്തിക്ക് നീ ആ ഒരു വാതിലൂടെ കടന്നു പോയേ പറ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും യാത്ര പറഞ്ഞ് ഡാനിയൽ അങ്ങനെ നടന്ന് ആ ഒരു സ്വർഗത്തിന്റെ വാതിലിനകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവനും മറ്റൊരു ലോകത്തേക്ക് ചെല്ലുന്നില്ല, പകരം ആ വാതിലിന്റെ അപ്പുറത്തേക്ക് മാത്രമേ ചെല്ലുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡാനിയലിന് മനസ്സിലാവുന്നില്ല. ഡാനിയൽ ഓടി വന്നിട്ട് വീണ്ടും അതിലൂടെ ഇങ്ങനെ ചാടി നോക്കുന്നുണ്ട്. അപ്പോഴും അവന് കഴിയുന്നില്ല. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാതെ അവൻ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടേക്ക് ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ വരുന്നത്. അങ്ങനെ ആ ഒരു പെൺകുട്ടി മുകളിലേക്ക് വന്നിട്ട് ഇവരോട് ചോദിക്കും, നിങ്ങളിൽ ആരാ എന്നെ ആ ഒരു ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നതും നേതൻ ചോദിക്കും, ഓ, അപ്പോ നീയാണോ റോഡിന്റെ വശത്ത് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി? അപ്പൊ ആ ഒരു കുട്ടി പറയും, ഇല്ല, ഞാൻ എന്റെ അമ്മയും അച്ഛനെയും നഷ്ടപ്പെട്ടു പോയി, ഞാൻ അവരെ അന്വേഷിക്കുമായിരുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഡാനിയല് ഈ ഒരു പെൺകുട്ടിയെ ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ ഈ ഒരു കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കുട്ടി ഇപ്പോഴാണ് മരിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടിയുടെ ആത്മാവ് ഇപ്പോഴിവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതുമല്ല, ഡാനിയൽ പറയും, അയ്യോ സോറി, ഞാനാണെങ്കിൽ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ലതുപോലെ കുടിച്ചിരുന്നു എന്നെല്ലാം പറയുമ്പോ നേതം പറയും, നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാത്തത്. അതുമല്ലാതെ പെട്ടെന്ന് തന്നെ ഡാനിയല് നേതന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നേതൻ ചോദിക്കും, അല്ല, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? മരിച്ചവർക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാം എന്ന് പറയുന്നത് നമ്മുടെ ഡാനിയലിനിപ്പോ നരകത്തിലെ ആ ഒരു ശബ്ദം കേൾക്കാൻ കഴിയും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവനൊരു തെറ്റ് ചെയ്തു. ആ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പോഴാണ് മരിച്ചത്, അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്ക് കയറാൻ കഴിയാത്തത്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി കേട്ടിട്ട് പെട്ടെന്ന് അവൾ ചോദിക്കും, അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും ഇനിയിപ്പോ അവളോട് കാര്യം പറയണമല്ലോ. അപ്പൊ അവളോട് ചോദിക്കും, മോളെ നിന്റെ പേരെന്താ? ആലീസ്, നല്ല പേര്. മോളെ നിന്റെ അച്ഛനും അമ്മയും ദേ അവിടെയുണ്ട് ആ ഒരു വാതിലിനപ്പുറത്ത്, നിന്നെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടാകട്ടെ, ബാ എന്നെല്ലാം വിളിക്കുന്നതും ആലീസ് പറയും, ഇല്ലില്ല, പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ, ഓക്കെ, അതെല്ലാം നല്ലത് തന്നെയാണ് മോളെ, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടാക്കാന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പെട്ടെന്ന് അലറി വിളിക്കുകയാണ്, ഓക്കെ, നീ ഒന്നും കരയൊന്നും വേണ്ട, ഞങ്ങൾ ഇതിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ ഡാനിയൽ ഇപ്പോ, ഹേയ്, ഇത് സത്യമല്ല, അതൊരു ആക്സിഡന്റ് ആയിരുന്നു, അപകടം, ഞാൻ അറിയാതെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നേതം പറയും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ മദ്യവെച്ചിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇനി വേറെ വഴിയില്ലാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ ആലീസിനെ അങ്ങനെ പൊക്കിയെടുത്ത് സ്വർഗത്തിലേക്കുള്ള ആ ഒരു വാതിലുണ്ടല്ലോ അവിടേക്ക് എടുത്തൊരു ഒറ്റയേറ് അങ്ങനെ ആലീസ് നേരെ സ്വർഗത്തിലേക്ക് പോയി. ഇനിയിപ്പോ ഇവര് രണ്ടുപേരും നരകത്തിലേക്ക് പോകണം. ഇനിയിപ്പോ വേറെ വഴിയില്ല, പോയേ പറ്റൂ. അങ്ങനെ രണ്ടുപേരും പതിയെ നടന്നു വരുമ്പോ ഡാനിയൽ പറയുന്നുണ്ട്, നേതൻ, ആദ്യം നീ തന്നെ പോയിക്കോ, ഞാൻ നിന്റെ പുറകെ വരാമെന്നും പറഞ്ഞിട്ട് ഡാനിയൽ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നേതൻ പുറകിലേക്ക് ചെന്ന് ഡാനിയലിനെ ഒരു ഒറ്റ ചവിട്ട് അകത്തേക്ക് ചവിട്ടി വിടുന്നതും അടുത്തത് നമ്മുടെ നേതൻ വെളിയിൽ നിന്നിട്ട് വീണ്ടും അവന്റെ കാര്യങ്ങൾ പറയുന്നത്, ഇത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, എന്റെ ഭാര്യയെ കൊന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാൻ കൊന്നതല്ല, അവള് സഹിക്കുന്ന ആ ഒരു വേദന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭീകര രൂപം, കുറെ ആത്മാക്കളും എല്ലാം കൂടി ചേർന്നൊരു വലിയ രൂപം വന്ന് അവന്റെ മുന്നിൽ അവനെ ഇങ്ങനെ പേടിപ്പിക്കുന്നതും നേതൻ ഇപ്പോൾ വേറെ വഴിയില്ല, ഉള്ളിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ നേതൻ അകത്തെ ഇങ്ങനെ നടന്ന് കയറുകയാണ്. അങ്ങനെ നേതനും ആ ഒരു നരകത്തിന്റെ വാതിലൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലും. അതിനകത്ത് ഒരുപാട് മരിച്ച ആളുകൾ ഇങ്ങനെ കിടക്കുന്നു, അവരുടെ ശരീരം ഒരുപാട് ഇടങ്ങളിൽ. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരം അവിടെ കിടക്കുകയാണ്. അവൾ പുതുതായിട്ട് ഇവിടെ വന്നതാണെന്ന് അവന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് അവളുടെ ദേഹത്തേക്ക് ഇങ്ങനെ തൊടുന്നതും ആ ഒരു പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഒരു പണക്കാര വീട്ടിലാണ് താമസിക്കുന്നത്. അവളുടെ പേര് ജീൻ. അങ്ങനെ രാത്രിയിൽ അവളെ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും നല്ല ഇതിൽ വഴക്കുണ്ടാകുന്നു.
അത് ഈ ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ട് തന്നെയാണ്. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കിടുന്നത്. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ ജീനെ ഇഷ്ടമല്ലാന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലായി. പക്ഷെ ജീനിന്റെ അമ്മയാണെങ്കിൽ അവളെ വളർത്താനായിട്ടും ശ്രമിക്കുന്നു. അങ്ങനെ ജീൻ ഇതെല്ലാം കേട്ട് നടന്ന് നേരെ കിച്ചണിലേക്ക് വന്ന് അവിടെയുള്ള ബ്രെഡും ജാമും എടുത്ത് അത് കൈകൊണ്ടെല്ലാം ഇങ്ങനെ വാരി തേച്ച് ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ തിന്നാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ ജീനിനെ ആരോ ഒരു ലേഡി അവളോട് ഇങ്ങനെ ചോദിക്കാണ്, മോളെ ജീൻ, ഇന്നലെ എന്താ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുന്നതും. ഇന്നലെ ഞാൻ വീട്ടിൽ 2 ചെറിയ പക്ഷി കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചു. എന്നിട്ട് എനിക്ക് അവർക്ക് ആഹാരം കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതിന്റെ വായിൽ ചെറിയ അരിമണികൾ വെച്ചു കൊടുത്തു. അതിന്റെ തള്ളപക്ഷിയാണെങ്കിൽ മുകളിൽ നിന്നിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത് ജീൻ? ഞാൻ പക്ഷി കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് എടുത്ത് അതിന്റെ കഴുത്ത് ഞെരിച്ച് രണ്ടിനെയും ഞാൻ കൊന്നു. അതെനിക്ക് എളുപ്പമായിരുന്നു എന്നെല്ലാം മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പെൺകുട്ടി ഒരു സൈക്കോ പെൺകുട്ടിയാണെന്ന്. അടുത്തത് ആ ഒരു ലേഡി ചോദിക്കും, നീ ആരെങ്കിലും പേന കൊണ്ട് കുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചെയ്തിട്ടുണ്ട്. ആരെയാ? എന്റെ കുഞ്ഞ് അനുജത്തി. അല്ല, നീ എന്തിനാ നിന്റെ അനുജത്തിയെ ഉപദ്രവിച്ചത്? എനിക്ക് എന്റെ അനിയത്തിയെ ഇഷ്ടമല്ല. ഓക്കെ, മറ്റാരെയാണ് നീ വേദനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയാണെന്ന് ഇങ്ങനെ പറയും. നിന്റെ അച്ഛനും അമ്മയ്ക്ക് നിന്നെ പേടിയുണ്ടോ? നീ അവരെ എപ്പോഴെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അതെ, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ അവരെ ഉപദ്രവിച്ചു. അവരതിനുശേഷം എന്റെ മുറിയിൽ പൂട്ടിയിട്ടു എന്നെല്ലാം പറയുമ്പോൾ അവർ ലേഡി ചോദിക്കും, ജീൻ, നീ നിന്റെ സഹോദരിയോട് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് നീ മനസ്സിലാക്കുന്നുണ്ടോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾ ചെയ്തത് തെറ്റാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ആ ഒരു പെൺകുട്ടി ഇരിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കിച്ചണിലെ മൈക്രോ ഓവൻ ഉണ്ടല്ലോ, അതിനടുത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നു. എന്താണ് ആ ഒരു പെൺകുട്ടിയുടെ അനുജത്തി അവൾ ചെയ്തതെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജീൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കിച്ചണിലിരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നും പറഞ്ഞ് അങ്ങനെ അലറി വിളിക്കാണ്. പക്ഷെ ആരും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവൾ ആഹാരം കഴിച്ച് നേരെ ഹാളിലേക്ക് വന്നിട്ട് ആരെയോ നോക്കി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും അവിടെ മരിച്ചു കിടക്കുന്നു. അത് വേറെ ആരുമല്ല, ജീനിന്റെ അച്ഛനും അമ്മയും. അങ്ങനെ ജീൻ നടന്ന് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാളെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്ന് അവളുടെ അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തായാലും അവളുടെ അച്ഛനും അമ്മയും കൊന്നത് അവള് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് അവള് നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമായി. അപ്പൊ അവിടെയുള്ള ബ്രെഡ് മറ്റു കാര്യങ്ങളൊക്കെയാണ് അവൾ കഴിക്കുന്നത്. ഇത്തവണ അവൾ ആ ഒരു ബ്രെഡില് ജാമെല്ലാം തേച്ചിട്ട് അതുകൊണ്ട് നേരെ ബേസ്മെന്റിലേക്ക് ഇങ്ങനെ പോവാണ്. കാണിക്കുമ്പോൾ ഈ വീടിനടിയിലായിട്ട് വലിയൊരു ഗുഹ പോലുള്ള ഭാഗമുണ്ട്. അവിടേക്ക് ചെന്ന് ആരെയും ഇങ്ങനെ വിളിക്കുന്നു, ഹേയ് പേടിക്കണ്ട, നീ എന്താണ് ചെയ്തതെന്നല്ല എനിക്കറിയാം, നിനക്ക് വേണ്ടി ഞാൻ ബ്രെഡും ജാമും കൊണ്ടുവന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഒരിടത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ അവിടെ പേടിച്ചിട്ട് ഒരു വലിയ മനുഷ്യനെ നിൽക്കാണ്. അവൾ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അയാളുടെ മുഖമെല്ലാം വികൃതമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ജീൻ പറയും, എനിക്കറിയാം എന്റെ അച്ഛനെ അമ്മയെ കൊന്നത് നീ തന്നെയാണെന്ന്. എന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. നിന്നെ പുറത്ത് വിടണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. ബാ ഇവിടേക്ക് വന്നിരിക്കെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ബ്രെഡ് ഇങ്ങനെ കൊടുക്കുകയാണ് അയാൾക്ക്. അപ്പോൾ അയാൾ ചോദിക്കും, എന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ടോണി ദ മോൺസ്റ്റർ എന്നിങ്ങനെ പറയുന്നതും അയാൾ പറയും, ശരിയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോന്നു. ടോണി ദ മോൺസ്റ്റർ ആ ഒരു പേര് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെന്നെല്ലാം പറഞ്ഞ് ജീൻ അപ്പോൾ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയും, അതെ സത്യമാണോ, നീ എന്നെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പോവാണോ എന്നെല്ലാം ചോദിക്കുന്നതും അതേ വാ എന്റെ പുറകെ വാ എന്നും പറഞ്ഞിട്ട് അയാളെയും വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതാരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ ഇവരുടെ വീടിനടിയിൽ നമ്മുടെ ജീൻ പൂട്ടിയിട്ടിരുന്ന ഒരു വികൃതമായിട്ടുള്ള മനുഷ്യനാണെന്ന് മാത്രമേ നമുക്കറിയാം. അങ്ങനെ അയാളെയും കൊണ്ട് നേരെ മുകളിലേക്ക് വന്നിട്ട് അയാളോട് വസ്ത്രമെല്ലാം മാറി നല്ലതുപോലെ കുളിച്ച് വൃത്തിയാവാൻ പറയുന്നു. അപ്പോൾ ഇയാള് വെള്ളം കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി. വെള്ളം ദേഹത്തേക്ക് വീഴുമ്പോൾ അത്രയും സന്തോഷം. അതുപോലെ ജീനാണെങ്കിൽ ഒരു ഭ്രാന്തിക്കുട്ടി തന്നെയാണ്. അങ്ങനെ അയാളെ കുളിച്ച് വൃത്തിയാക്കി അയാൾക്ക് ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് അയാളെ കൊണ്ട് നേരെ ഹാളിലേക്ക് വരും. എന്നിട്ടാണ് അവൾ പറയുന്നത്, ദേ എന്റെ അച്ഛനും അമ്മയും ഇവിടെ കിടക്കാണ്, പക്ഷെ ഇവരെ നമുക്ക് ഇങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല, എവിടെയെങ്കിലും ഒളിപ്പിച്ചേ പറ്റൂ. എവിടെ ഒളിപ്പിക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങളുടെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ജീൻ പറയും, അതെ അത് നല്ലൊരു ഐഡിയ ആണ്, അമ്മയെ നീ എടുക്ക്, അച്ഛനെ ഞാൻ എടുക്കാം എന്നും പറഞ്ഞിട്ട് അവളുടെ അച്ഛനെ എടുക്കാൻ ചെല്ലുമ്പോൾ അവൾ പറയും, ഭയങ്കര കനമാണ്, എടുക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു വിധത്തില് ഇവരെ രണ്ടുപേരുടെ ശരീരം കട്ടിലിനടിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ജീൻ പറയും, ഇല്ലില്ല, ഇവിടെ കൊണ്ടുവയ്ക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്റ്റേജും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് വന്നിട്ടാണ് നമ്മുടെ ജീൻ ഇപ്പോൾ ഒരു രാജകുമാരിയെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഓഡിയൻസ് ഇരുന്നിട്ട് എന്താന്നല്ല എന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞില്ല അവിടെ ആരുമില്ല, അതെല്ലാം അവൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവൾ പറയും, ഞാൻ പതിവ് പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തരാനായിട്ട് ആരുമില്ലായിരുന്നു. ഞാൻ കാത്തിരിക്കുന്നു, ഒരുപാട് നേരം കാത്തിരിക്കുന്നു, പക്ഷെ എന്നെ സേവിക്കാനായിട്ട് ആരും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കില്ലേ? അതിനുശേഷം എനിക്ക് ബ്രെഡും ജാമും അല്ലാതെ വേറെ ഒന്നും കഴിക്കാനില്ലായിരുന്നു, കാരണം എന്റെ മാതാപിതാക്കൾ മരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ പറയും,
ഓക്കെ, എന്തായാലും എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെ കൊന്നിട്ടില്ല. അത് കൊന്നതാരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ ആ ഒരു ഓഡിയൻസ് അതെ അറിയണമെന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ടോണി ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യരുണ്ടല്ലോ, അവനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു കുറ്റക്കാരനാക്കി, ഇവനാണ് എൻ്റെ മാതാപിതാക്കളെ കൊന്നത്, സത്യം പറയും, നീ അല്ലേ ചെയ്തതെന്നെല്ലാം ചോദിച്ച് അവനെ കൊണ്ട് സത്യമെല്ലാം പറയിപ്പിച്ചിട്ട് അവനെ കൊണ്ട് കുറ്റസമ്മതം എല്ലാം നടത്തുന്നത് പോലെ അവനെ കൊണ്ട് പറയിച്ച് അവസാനം അവനെ തൂക്കിലേറ്റി അവന് ശിക്ഷയും വിധിക്കുന്നു. ഇതൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് അവിടെ അങ്ങനെ കാഴ്ചവെച്ചിട്ട് അത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ശരീരം ആ കട്ടിലിനടിയിലേക്ക് ഇങ്ങനെ കൊണ്ടിടാണ്. അപ്പോഴും ജീൻ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് ഒട്ടും വിഷമമില്ല, അവൾ നല്ല രീതിയിൽ കളിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീട്ടിലുള്ള ആഹാരമെല്ലാം ഇങ്ങനെ കഴിക്കുകയാണ്. ടോണി ദ മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അയാൾക്കാണെങ്കിൽ ബ്രെഡും ജാമുമാണ് കഴിക്കാൻ കൊടുക്കുന്നത്, അതാണ് അയാൾക്ക് ഒരുപാട് ഇഷ്ടമെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം എന്തൊരു ഡെലിവറി ചെയ്യാനായിട്ട് ഒരാൾ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ജീൻ പറയും, ഇല്ല, അവർ രണ്ടുപേരും ഇവിടെ ഇല്ല, വെളിയിൽ പോയിട്ടുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും, അല്ല മുതിർന്ന ആരെങ്കിലും അല്ലേ, ഇതെനിക്ക് അവർക്ക് കൊടുക്കണമായിരുന്നു, ഒരു സൈൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും അവൾ പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോണി ഉണ്ട്, പക്ഷെ അവനെ ഇവിടെ വിളിക്കാൻ കഴിയത്തില്ല, പ്രശ്നമാവോന്ന് പറയുമ്പോൾ അയാൾ പറയും, ആരെങ്കിലും ഒന്ന് വിളിക്കേ, എനിക്ക് വേറെ ജോലിയാണെന്ന് പറയുന്നത്. അവൾ ടോണീനെ ഇങ്ങനെ വിളിക്കുകയാണ്, പക്ഷെ അവനാണെങ്കിൽ ഇവിടേക്ക് വരുന്നില്ല. അപ്പോൾ അയാൾ പറയും, ഓക്കെ മോളെ, എനിക്ക് വേറെ ജോലിയുണ്ട്, ദേ ഇതാണ് ഡെലിവറി ഓഫീസിൻ്റെ അഡ്രസ്സ്, ഇവിടേക്ക് ഒന്ന് സാധനം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് അവളുടെ കയ്യിൽ എഴുതി കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ജീൻ, ടോണി നീ എവിടെയാ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓടി മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭീകര മനുഷ്യനിപ്പോൾ അവളുടെ അച്ഛൻ്റെ കഴുത്ത് കടിച്ച് ആ ഒരു രക്തം അങ്ങനെ കുടിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ ഇവളുടെ കൂടെ ടോണി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഇവൾ ഇമാജിൻ ചെയ്ത കാര്യങ്ങളാണ്. കാരണം അവളൊരു സൈക്കോ പെൺകുട്ടിയാണ്. അവളുടെ അച്ഛനെ അമ്മയും കൊന്നത് അവൾ തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ തൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അവർ സഹോദരി ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മ എന്താ ഇവിടേക്ക് വരാത്തെ, നീ അവരെ കൊന്നോ എന്നിങ്ങനെ ചോദിക്കുന്നതും ജീൻ പറയും, അതേ കൊന്നു. അപ്പോൾ അവളുടെ സഹോദരി പറയും, നീ എന്നെയും കൊല്ലാൻ പോവാണോ? അതെ, നിന്നെയും കൊല്ലാൻ പോവാണ്. അപ്പോഴേക്കാണ് അവർ സഹോദരി പറയുന്നത്, ശരി, എനിക്കൊരു ഡ്രോയിങ് വരച്ചു തീർക്കാനുണ്ട്, ഇത് വരച്ചു തീർത്തിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ ജീൻ പറയും, ഇല്ലില്ല, അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ സാധാരണ രീതിയിൽ പറയാണ്. സത്യത്തിൽ ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് എന്താണ് കൊല്ലുക എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാലോ എന്താണെന്ന് പോലും അറിയത്തില്ലല്ലോ. അവർ സാധാരണ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ജീൻ അവളെയും വിളിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് ചെന്ന് ആ ഒരു ഓവൺ ഉണ്ടല്ലോ അതങ്ങനെ തുറന്നിട്ട് അതിനകത്തേക്ക് കയറി ഇരിക്കാൻ പറയും. അച്ഛനും അമ്മയും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ആ ഒരു സഹോദരി അതിനകത്തേക്ക് കയറ്റിയിട്ട് ജീൻ പെട്ടെന്ന് അതങ്ങ് ഓൺ ചെയ്തിട്ട് കൊടുക്കും. അപ്പോഴേക്കും ആ ഒരു സഹോദരി അതിനകത്ത് കിടന്ന് ചൂട് കൊണ്ട് തുറക്കാനെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ജീൻ പറയും, സാരമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. ആ ഒരു ചെറിയ പെൺകുട്ടി അതിനകത്ത് കിടന്ന് വെന്ത് മരിക്കുകയും ചെയ്യും. സത്യം പറയൽ ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. ആ ഒരു രീതിയിൽ മനസ്സിനെ പിടിച്ച കുലിക്ക് ഒരു സീനായിരുന്നു ഇത്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പോലും ഈ ഒരു മൂവി ഒരു തവണ ഞാൻ കണ്ടിരുന്നു, രണ്ടാമതും അത് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സീൻ വന്നപ്പോഴത്തേക്കും അതെന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നേതൻ ജീൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് കൈ എടുക്കുമ്പോഴത്തേക്കാണ് അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ കണ്ട് മനസ്സിലാക്കി പെട്ടെന്നങ്ങ് പേടിച്ചു പോവും. അങ്ങനെ അത് കഴിഞ്ഞ് നേതൻ മുട്ടിലഴിഞ്ഞ് അടുത്ത രണ്ട് ശരീരങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു അമ്മയും മകളുമാണ്. ആ മകളുടെ പേര് ക്ലോ. അപ്പോൾ അവരെ തൊടുന്നതും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ക്ലോ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ അവളുടെ അമ്മയാണെങ്കിൽ തൻ്റെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അതുമല്ല അവരാണെങ്കിൽ ഒരു വക്കീലും കൂടിയാണ്. അങ്ങനെ ക്ലോയോട് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ നേരെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് ക്ലോ ഇനിയും സമയമില്ല, ബാ പോവാന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നതും കാണിക്കുമ്പോൾ ക്ലോ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി തൻ്റെ കൈ കട്ട് ചെയ്ത് ആ ഒരു ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവരാണെങ്കിലും നോർമലായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ സംസാരിച്ച് ക്ലോയെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അവളെ നല്ലതുപോലെ ഒരുക്കി കിച്ചണിലേക്ക് കൊണ്ടിരുത്തി അവൾക്ക് ഫുഡെല്ലാം കൊടുക്കുന്നു. എന്നിട്ട് എന്നോട് ക്ഷമിക്കുന്നല്ല ഇങ്ങനെ പറയാണ്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് ക്ലോയുടെ സ്കൂളിലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവളെ എപ്പോഴും ഉപദ്രവിക്കും, അതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അത് പലതവണയും ക്ലോ അവളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരാണെങ്കിൽ ഒരു വക്കീലായതുകൊണ്ട് എന്നും രാവിലെ ക്ലോയെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവർക്ക് ജോലിക്ക് വേണം. അതുകൊണ്ട് അവരതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ദിവസേന ഒരുപാട് പേരെ കാണുന്നുണ്ട് കോടതിയിൽ വെച്ചിട്ട്, മാലമോഷണം, ഭാര്യയെ തല്ലുന്നവർ, ഇങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ, എന്നിട്ട് ഞാൻ പോകുന്നില്ലേ, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണമെന്നും പറഞ്ഞ് അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ദിവസം അവൾ ചെല്ലുന്തോറും അവളെ ആ ഒരു കുട്ടികളെ ഉപദ്രവിക്കുന്നത് കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. ഇത് അവളുടെ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ക്ലോ ആ ഒരു രീതിയിൽ ഈ ഒരു ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ ക്ലോയുടെ അമ്മയ്ക്കാണെങ്കിലും താൻ ചെയ്ത തെറ്റി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ ക്ലോയെ നേരെ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വീൽ ചെയർ ഉണ്ട്, അതിലേക്ക് അവളെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അവളെ നേരെ കാറിലേക്ക് ഇരുത്തി മരിച്ച ക്ലോയെ കൊണ്ട് അങ്ങനെ പോവാണ്. ഇതിനെല്ലാം കാരണം ഞാനാണ്, ഞാൻ നിന്നെ നല്ലതുപോലെ കേൾക്കണമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല സ്പീഡിന് കാർ ഓടിച്ചുകൊണ്ട് വന്ന് മരിക്കാൻ വേണ്ടി ഒരു മരത്തിലേക്ക് കൊണ്ടൊരു ഒറ്റയിടി
പക്ഷെ പെട്ടെന്ന് തന്നെ ക്ലോയുടെ അമ്മ മരിക്കത്തില്ല. പിന്നീട് അവിടേക്ക് ആംബുലൻസും ക്ലോയുടെ അമ്മ അവിടെ നിന്ന് എടുത്തിട്ട് പോകും. അതിനുശേഷമാണ് അവർ മരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ആത്മഹത്യ ചെയ്തത് കൊണ്ടും അതേപോലെ തന്നെ തന്റെ മകള് മരിക്കാനുള്ള ആ ഒരു കാരണക്കാരി ആരാണ്? ക്ലോയുടെ അമ്മ തന്നെയാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ നരകത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു തെറ്റാണ് അവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയ നമ്മുടെ നേതൻ, അങ്ങനെ നേതൻ ഒരുപാട് നേരം അവിടെ കിടക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ആരോ ഒരാളിങ്ങനെ വന്നു നിൽക്കുന്നു. നേതൻ പെട്ടെന്ന് എഴുന്നേറ്റ്, അല്ല നിങ്ങൾ ആരാ, ഇത് ഏതാ സ്ഥലം ചോദിക്കുമ്പോൾ, നേതൻ ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല, ഞാൻ ആരുമല്ല, ഞാൻ ആത്മാക്കളെ അവരുടെ നിത്യതയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ നേതൻ എഴുന്നേറ്റ് ചോദിക്കും, അല്ല ഇത്രയൊക്കെ പോരെ, ഇതിലും കൂടുതൽ എന്നെ സഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ, അത് നീ ചെയ്ത തെറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോൾ നേതൻ പെട്ടെന്ന് പറയും, ഇല്ലില്ല ഒരിക്കലും അല്ല, അതൊരു കൊലപാതകമല്ല, അവൾക്ക് മാരകമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, അവൾ നിന്നോട് എപ്പോഴെങ്കിലും അത് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ നേതൻ ഇപ്പോൾ അതിന് പറയാനായിട്ട് മറുപടിയില്ല. അപ്പോൾ ഒരാൾ അത് ആവശ്യപ്പെടാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കൊലപാതകം തന്നെയാണെന്ന് നേതൻ ഇപ്പോൾ മനസ്സിലായിട്ട് അവൻ പിന്നീട് ചോദിക്കും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ എത്ര കാലം ഞങ്ങൾ ഇവിടെ ശിക്ഷിക്കപ്പെടും? ഇവിടെ ഒരിക്കലും സമയത്തിന് അവസാനമില്ല. ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ അയാൾ എല്ലാ കാലവും ആ ചെയ്ത തെറ്റിനെ പറ്റി ഓർത്തോർത്ത് ഒരു പ്രത്യേക സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു നിത്യതയിലേക്ക് തന്നെ ആ ഒരു തെറ്റിലുള്ള ശിക്ഷയെ ഏറ്റുവാങ്ങി ഇവിടെ കഴിയേണ്ടി വരും. അപ്പോൾ നേതൻ ചോദിക്കും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? എൻ്റെ കണ്ണുകൾ പിഴുതെടുത്ത് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ അങ്ങനെ ഒരു ശിക്ഷ നിനക്ക് ഒരിക്കലുമില്ല. നീ ആദ്യത്തെ സർക്കിളിലൂടെ പോവും. സെമി ഐസൊലേഷൻ എന്നാണ് അതിന് പറയുന്നത്. നിന്റെ ഓർമ്മ നഷ്ടപ്പെടുന്നത് വരെ നിനക്ക് നിന്റെ ശരീരം ഉണ്ടാവും. അത് കഴിഞ്ഞ് നീ പൂർണ്ണമായിട്ടും ഒരു ശുദ്ധ ആത്മാവായിട്ട് മാറും. നിന്റെ വേദനയുടെയും അതേപോലെ തന്നെ നിരാശയുടെയും എന്നും പറഞ്ഞിട്ട് അടുത്തൊരു വാതിലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ വേറെ വഴിയില്ലല്ലോ, എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൻ ആ ഒരു വാതിലിനകത്തേക്ക് കയറുന്നതും അതിനകത്ത് മൊത്തത്തിലൊരു ചുവന്ന നിറം മാത്രമേ ഉള്ളൂ, വേറെ ആരെയും അങ്ങനെ കാണാനില്ല. അപ്പോൾ നേതൻ പറയും, ഹേയ് ഇവിടെ എനിക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല, ഇതെനിക്ക് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇതാണ് നീ ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ട് നീ ഇവിടെ ആയിരിക്കും കഴിയാൻ പോകുന്നത്. അപ്പോൾ നേതൻ പറയും, ഇല്ല ഇവിടെ നിരാശയും വേദനയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വിശദീകരിക്കാം, നീ ഇവിടെ ഒരു ക്വാറന്റൈനിലായിരിക്കും. അപ്പോൾ നേതൻ പറയും, ഇല്ലില്ല ഒക്കത്തില്ല, 40 ദിവസം ഒന്നും ഇവിടെ കഴിയാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഒരിക്കലുമില്ല, നീ പറയുന്നത് പോലെ വെറും 40 ദിവസം മാത്രമല്ല, നിനക്ക് ക്വാറന്റൈൻ അനുഭവിക്കേണ്ടത് നിന്റെ ഒരു നൂറ്റാണ്ടിലെ 40, അങ്ങനെയാണെങ്കിൽ 4000 വർഷം. അപ്പോൾ നേതൻ പറയും, 4000 വർഷം? നീ ഇപ്പോഴും വെറുതെ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. 4000 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോവും, അതത്ര വലുതല്ല. പിന്നീട് നിന്നെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ്. ഈ ഒരു ക്വാറന്റൈൻ കഴിയുമ്പോൾ നിന്റെ എല്ലാ ഓർമ്മകളെയും നശിപ്പിച്ച് നിന്റെ ആത്മാവ് പൂർണ്ണമാവും. അത് കഴിഞ്ഞ് കഷ്ടപ്പാടല്ലാതെ മറ്റൊന്നും നിനക്കുണ്ടാവില്ല. നിന്റെ ക്വാറന്റൈൻ കഴിയുമ്പോൾ ഞാൻ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതൊരു ചെറിയ റൂമാണ്. നേതനാണെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴേക്കും പുറകിൽ എന്തോ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട്, ഹേയ് ആരാന്ന് ചോദിക്കുമ്പോൾ ആ റൂമിൽ മൂടി പുതച്ച ഒരാളിങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് എഴുതി നോക്കുമ്പോൾ ഒരു ഭീകര രൂപം. അപ്പോൾ അയാൾ ചോദിക്കും, നീ ആരാണ്? ഞാൻ നേതൻ. അല്ല നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ബില്ലി ഇതെന്റെ പുതിയ കളിപ്പാട്ടാണോ? നേതൻ പറയും, ഇല്ല എനിക്കറിയത്തില്ല. അതെ നീ എൻ്റെ പുതിയ കളിപ്പാട്ട് തന്നെയാണ്, അതുകൊണ്ട് നീ എന്നോട് കളിക്കണം. അപ്പോൾ നേതൻ പറയും, ഇല്ലല്ല ഒരിക്കലും കഴിയത്തില്ല. അല്ല നിനക്ക് എന്ത് കളിയാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നെ അടിക്കണം. ഏയ് അതൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും, നിനക്കതിനെ ഇവിടെ നിന്ന് എവിടെയും പോകാൻ കഴിയത്തില്ല, നീ എൻ്റെ കളിപ്പാട്ടമായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നേതനെ പിടിച്ച് അവനെ ഇടിച്ചിടിച്ചിടിച്ച് താഴേക്കിട്ട് പിന്നെയും മുകളിൽ കയറിയിരുന്ന് ഇടിച്ചിടിച്ചിടിച്ച് നേതനെ ഇപ്പോൾ അടിച്ചടിച്ച് അയാൾ കൊല്ലുകയാണ്. മരിച്ചതിന് ശേഷം പിന്നെയും കൊല്ലുന്നെന്ന് പറയുമ്പോഴത്തേക്കും നരകത്തിൽ വെച്ച് അവൻ്റെ ആത്മാവിനെ കൊല്ലുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവനെ കൊന്നിട്ട് അയാൾ അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തത് ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ഒരു സിസേറിയൻ ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവിടെ നരകത്തിൽ കാണിക്കുമ്പോൾ നേതൻ ഇവിടേക്ക് കൊണ്ടുവന്ന ആള് അയാളുടെ തല മാത്രം ഇങ്ങനെ താഴ്ന്ന് എടുത്തിട്ട്, നിനക്കറിയാലോ നീ നാളെ നിന്റെ ശരീരം വീണ്ടും വളരും, അതുകൊണ്ട് അവന്റെ ആത്മാവിനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, എന്നോട് ക്ഷമിക്കണം, അവന്റെ ആത്മാവിനെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാം, നാളെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ, ആ ഒരു കുഞ്ഞിന്റെ മുറിയിൽ കാണിക്കുമ്പോൾ ഈ നരകത്തിലെ ആ ഒരു ചെകുത്താൻ അയാളിപ്പോ ആ കുഞ്ഞിന്റെ മുന്നിലിങ്ങനെ ഇരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നേതന്റെ ആത്മാവിനെ അവിടെ വെച്ച് അയാൾ ഇല്ലാതാക്കുന്ന സമയത്ത് ആ ഒരു ആത്മാവ് ഒരു പുതിയ കുഞ്ഞായിട്ട് മാറി ഭൂമിയിൽ ജനിക്കുമായിരുന്നു. പക്ഷേ നേതന് കൊടുക്കാനുള്ള ആ ഒരു ശിക്ഷ, അതുകൊണ്ടാണ് ഇയാള് നേതന്റെ ആത്മാവിനെ തിരക്കി ഇവിടേക്ക് വന്നത്. സത്യത്തിൽ ഈ നേതന് കൊടുക്കാനുള്ള ആ ഒരു ശിക്ഷ എന്താന്ന് വെച്ചാൽ, ഈ 4000 വർഷങ്ങളോളം നേതനെ ആ ഒരു മുറിയിലിട്ട് അവനുള്ള ആ ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇയാൾ പെട്ടെന്ന് വന്ന് നേതന്റെ ആത്മാവിനെ ഇല്ലാതാക്കിയത് കൊണ്ടാണ് വീണ്ടും ഒരു കുഞ്ഞായിട്ട് ജനിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ആ ഒരു കാര്യം. ഇനി നിങ്ങൾ പറയൂ, ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ.